നമസ്കാരം. യുവാക്കളെ ക്രൂരപീഡനത്തിനിരയാക്കി വഴിയിൽ ഉപേക്ഷിച്ച ശേഷം രശ്മിയുടെ അവിഹിത ബന്ധത്തിന്റെ വിവരം മറച്ചുവെക്കാൻ ദമ്പതികൾ നടത്തിയ നാടകീയ നീക്കങ്ങളാണ് ഇരുവരെയും കുടുക്കിയതെന്ന് പോലീസ്. ക്രൂരപീഡനത്തിനിരയായ യുവാക്കൾക്ക് പ്രതികളിൽ ഒരാളായ രശ്മിയുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും അതിന്റെ തുടർച്ചയായാണ് മർദ്ദനമുണ്ടായതെന്നും പോലീസ് പറയുന്നു. മർദ്ദനമേറ്റ റാന്നി സ്വദേശിയും ആലപ്പുഴ സ്വദേശിയും ബന്ധുക്കളാണ്. ഇവർക്ക് രശ്മിയുമായി ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സെക്സ് ചാറ്റ് നടത്തിയിരുന്നു. ഇത് രശ്മിയുടെ ഭർത്താവ് ജയേഷ് കണ്ടെത്തിയതിനെ തുടർന്ന് വഴക്കുണ്ടായി. പിന്നീട് രശ്മിയും ജയേഷുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാകുകയും ചെയ്തു. പക്ഷേ യുവാക്കളോടുള്ള പക സൂക്ഷിച്ച ജയേഷ് രശ്മിയുടെ സഹായത്തോടെ അവരെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം. രശ്മിയുമായി രഹസ്യബന്ധം സൂക്ഷിച്ച യുവാവിനെ തിരുവോണ ദിവസമാണ് ജയേഷ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടിലെത്തിയതോടെ ദമ്പതികൾ യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. ഷാൾ ഉപയോഗിച്ച് കൈയും കാലും കെട്ടുകയും പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിത്തൂക്കുകയുമായിരുന്നു. പിന്നാലെ ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും സൈക്കിൾ ചെയിൻ കയ്യിൽ ചുരുട്ടി നെഞ്ചിലിടിക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. മർദ്ദനമേറ്റ് അവശനായ യുവാവിനോട് കാമുകിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതാണെന്ന് പുറത്തു പറയണമെന്ന് ജയേഷ് ആവശ്യപ്പെട്ടു. ഇതാണ് മർദ്ദനത്തിനിരയായ യുവാവ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. ഇതനുസരിച്ച് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെ പോലീസ് സത്യം പുറത്തു കൊണ്ടുവന്നു. യുവാവിന്റെ കാമുകിയെ ജയേഷും രശ്മിയും നേരത്തെ കാണുകയും പോലീസ് വന്നാൽ ബന്ധുക്കൾ മർദ്ദിച്ചതായി പറയണമെന്നും പറഞ്ഞു. ഇതാണ് പ്രതികളെ കുടുക്കിയത്. കാമുകിയിൽ നിന്നാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. സെപ്റ്റംബർ 1 ആലപ്പുഴ സ്വദേശിയെയും 5 റാന്നി സ്വദേശിയെയും ചരൽക്കുന്നിലെ ജയേഷിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ വീഡിയോ എടുക്കുകയും ചെയ്തു. രശ്മിയുമായിട്ടുള്ള ചാറ്റുകളും ദൃശ്യങ്ങളും യുവാക്കളുടെ ഫോണിലുണ്ടെന്ന സംശയത്തിലാണ് പീഡനമെന്ന് കരുതുന്നു. രശ്മി യുവാക്കളെ മർദ്ദിക്കാൻ സൊമേനസാലെ തയ്യാറായതാണോ അതോ ജയേഷിന്റെ സമ്മർദ്ദം മൂലം കൂട്ടുനിന്നതാണോ എന്നതിൽ വ്യക്തതയില്ല. ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറിൽ മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളോ മറ്റു വിവരങ്ങളോ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മർദ്ദനത്തിന് മുൻപ് ആഭിചാരക്രിയ നടത്തിയെന്നും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇരയായ യുവാവ് പറഞ്ഞിരുന്നു. ഇതിൽ ആഭിചാരം നാടകമായിരുന്നുവെന്നും അന്വേഷണമുണ്ടായാൽ വഴി തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും പോലീസ് കരുതുന്നതായിട്ടാണ് സൂചന. ക്രൂരമർദ്ദനത്തിന് ശേഷം അവശനായ റാന്നി സ്വദേശിയെ ജയേഷും രശ്മിയും റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഉപേക്ഷിച്ച ഘട്ടത്തിലും ഇയാളെ മർദ്ദിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പോലീസിനോട് പറയാൻ ആദ്യം യുവാവ് മടിച്ചു. മറ്റു കാരണങ്ങളാണ് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിരലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സംശയം തോന്നി വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികൾ ഒടുവിൽ പിടിയിലാകുന്നത്. അതേസമയം താൻ നേരിട്ടത് ക്രൂരപീഡനമെന്നാണ് പരാതിക്കാരനായ റാന്നി സ്വദേശി പറയുന്നത്. തിരുവോണ ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ജയേഷും ഭാര്യ രശ്മിയും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചതെന്ന് പരാതിക്കാരനായ റാന്നി സ്വദേശി പറഞ്ഞു. ഞാനും ജയേഷും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഫോണിൽ വിളിച്ചിട്ട് അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ഭാര്യയെ വിളിക്കാറുണ്ട്. അങ്ങനെ സാധാരണ സൗഹൃദം മാത്രമാണുള്ളത്. ഓണത്തിന് വീട്ടിൽ വരണമെന്ന് ജയേഷ് പറഞ്ഞു. അവിടെ കൂടിയിട്ട് തിരിച്ചു പോകാം, ഓണം അടിപൊളിയാക്കാമെന്നാണ് ജയേഷ് പറഞ്ഞത്. തിരുവോണ ദിവസം വൈകിട്ട് 4 മണിയായപ്പോൾ ഞാൻ ജയേഷിൻ്റെ വീട്ടിൽ പോയി. പിള്ളേരും ഫാമിലിയും എല്ലാം വീട്ടിലുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കയറിയപ്പോൾ ജയേഷും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് സംസാരിച്ചിരിക്കുമ്പോൾ പെപ്പർ സ്പ്രേയും മറ്റെന്തോ സ്പ്രേയും എൻ്റെ മുഖത്തടിച്ച് മർദ്ദിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു മർദ്ദനം. അതിൻ്റെ ആഘാതത്തിൽ ബോധം പോകുന്നത് പോലെയായി. അത് കഴിഞ്ഞ് കൈകൾ കൂട്ടിക്കെട്ടി. പിന്നെ തൂക്കി നിർത്തിയിട്ട് കാലുകളും കയറുപയോഗിച്ച് കെട്ടിയിട്ടു. ജീവനോടെ തിരിച്ചു പോകണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ പറയണമെന്നൊക്കെയാണ് രശ്മി പറഞ്ഞത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് രശ്മി പറഞ്ഞത്. തങ്ങൾ തമ്മിൽ നേരത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നെല്ലാം രശ്മി പറഞ്ഞു. പറയുന്നത് സംബന്ധിച്ചില്ലെങ്കിൽ ജീവനോടെ തിരിച്ചു പോകില്ലെന്നും അവിടെ കുഴിച്ചു മൂടുമെന്ന് ഭീഷണിപ്പെടുത്തി. അതിനുശേഷവും പീഡനം തുടർന്നു. രശ്മിയാണ് ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചത്. വീട്ടിലുണ്ടായിരുന്ന ഓരോ ആയുധങ്ങളും എടുത്തുകൊണ്ടുവന്ന് ആക്രമിച്ചു. രശ്മി ആയുധങ്ങൾ കൊണ്ടുവരും, ജയേഷ് അത് വെച്ചിടിക്കും. ഇതെല്ലാം രശ്മി വീഡിയോ റെക്കോർഡ് ചെയ്യും. മർദ്ദനം പുറത്തു പറഞ്ഞാൽ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. എൻ്റെ നഖം പിഴുതെടുക്കാൻ നോക്കി. നഖത്തിനിടയിൽ മുട്ടുസൂചി കയറ്റി. 5 വിരലിലും മുട്ടുസൂചി അടിച്ചു കയറ്റി. ജനനേന്ദ്രിയം വലിച്ചു പിടിച്ച് സ്റ്റാപ്ലർ പിന്നടിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അതെല്ലാം നീക്കം ചെയ്ത്. എൻ്റെ നട്ടെല്ലിന് പൊട്ടലുണ്ട്, വാരിയലിനും പൊട്ടലുണ്ടെന്നും പരാതിക്കാരൻ പറഞ്ഞു.